ഹലോ മൈ ഡിയർ ലവ്ലി വ്യൂവേഴ്സ്, ഇതെൻ്റെ രണ്ടാമത്തെ വ്ളോഗാണ് കേട്ടോ. ഇത് നമ്മൾ ക്രീക്കിൽ ക്രൂയിസിന് പോയതാണ് ഈവനിങ്. ഇത് ക്രീക്കിൽ ചെന്നിട്ട് ജമീൽ ആർട്സ് സെൻറ്റർ, അവിടെ പാർക്കിംഗ് ഏരിയ ഉണ്ട്. ആ പാർക്കിംഗ് ഏരിയയിൽ നിന്ന് ഡയറക്റ്റ് കയറി വരുമ്പം ഒരു എലിവേറ്റർ ഉണ്ട്. നമ്മൾ ഇത് ഒരു ബ്രിഡ്ജ് ഉണ്ട്, പെഡസ്ട്രിയൻ ബ്രിഡ്ജ്. ആ ബ്രിഡ്ജ് ക്രോസ് ചെയ്തിട്ടാണ് നമ്മൾ യോട്ട്സിൻ്റെ അടുത്ത് പോകാനുള്ളത്. അപ്പോൾ നമ്മൾ ആദ്യം കയറി വരുമ്പോൾ ഒരു രണ്ട് വലിയ ട്രീസൊക്കെ ഉണ്ട്. അവിടെ നിന്ന് കയറി വന്നിട്ട് ഒരു എലിവേറ്റർ ക്രോസ് ചെയ്യും. അവിടെ നിന്ന് വന്നിട്ട് ഇത് സെക്കൻഡ് എലിവേറ്ററാണ് കേട്ടോ. ഇതിനകത്ത് കയറിയിട്ട് നമ്മൾ ബ്രിഡ്ജ് ക്രോസ് ചെയ്യും. ഇത് സെക്കൻഡ് എലിവേറ്ററാണ്. ഫസ്റ്റ് കണ്ടോ, ബ്രിഡ്ജ് ക്രോസ് ചെയ്യുമ്പം നമുക്ക് കുറേ യോട്ട്സ് കാണാൻ പറ്റും. പിന്നെ ഇവിടെ ഒരു റിസോർട്ടുണ്ട്, കുറേ ഉണ്ട് കേട്ടോ. നമ്മൾ ഇവിടെ നിന്ന് നടന്ന് ചെല്ലുമ്പോൾ അവിടെ ഒരു സെക്യൂരിറ്റി ഉണ്ട്. സെക്യൂരിറ്റി എടുത്തത് നമ്മൾ ഓൾറെഡി അവിടെ നമ്മൾ നേരത്തെ സംസാരിച്ചിട്ടാണ് പോയത്. അവിടെ ഒരു അറിയാമെന്നുള്ളൊരു കുട്ടി ഉണ്ടായിരുന്നു. അപ്പോൾ അയാളെ വിളിച്ച് സംസാരിച്ചിട്ടാണ് പോയത്. എന്നിട്ട് അവിടെ ചെന്നിട്ട് സെക്യൂരിറ്റിയോട് പറഞ്ഞാൽ മതി. അത് ഡിപ്പെൻസാണ്. ഇവിടെ 3 സ്റ്റാർ ഇവരിങ്ങനെയാണ് പറയുന്നത് കേട്ടോ. ഇതെവിടെയുള്ള റിസോർട്ടിൻ്റെ സൈഡിലുള്ള സംഭവമാണ്. യോട്ട്സ് 3 ടൈപ്സ് ഉണ്ടെന്നാണ് ഇവർ പറയുന്നത്. 3 സ്റ്റാർ, 5 സ്റ്റാർ, 7 സ്റ്റാർ. അപ്പം ഓരോന്നിനും ടിക്കറ്റ് ചാർജ് വേരി ചെയ്തേക്കും. എന്താണ്, ഇതുവഴി നമ്മൾ പാസ് ചെയ്തിട്ട് നമ്മൾ ആദ്യം അപ്പോൾ സെക്യൂരിറ്റിയെ കണ്ടതിന് ശേഷം സെക്യൂരിറ്റിയോട് പറയണം ഏതാണെന്ന്, നമ്മൾ ഏത് യോട്ട്സാണ് സെലക്ട് ചെയ്തേക്കുന്നത്. അപ്പം നമ്മൾ 7 സ്റ്റാർ ആയിരുന്നു. അപ്പോൾ അതിന് അപ്പം ഓരോന്നിനും അതിന് ഫെസിലിറ്റീസിനനുസരിച്ച് ഇങ്ങനെ ചാർജ് മാറിക്കൊണ്ടേയിരിക്കും. ഇതൊക്കെ 5 സ്റ്റാറാണ്. ഈ ഉടൻ കളറിലുള്ളതെല്ലാം 3 സ്റ്റാറാണ് കേട്ടോ. 5 സ്റ്റാറും 7 സ്റ്റാറും വൈറ്റ് കളറിലുള്ളതാണ്. അപ്പോൾ നമ്മൾ ആ യോട്ട്സ് കിടക്കുന്ന അടുത്തോട്ട് പോകണം. ഒരുപാടുണ്ട് കേട്ടോ യോട്ട്സ്. ഇതാണ് നമ്മുടെ യോട്ട്, ഈ കാണുന്ന നമ്മുടെ യോട്ട്. സിക്സ് PM സ്റ്റാർട്ട് ചെയ്യുന്നത്. എനിക്ക് തോന്നുന്നു ഈവനിങ് 6ഉം 8ഉം ആണെന്ന് തോന്നുന്നു. നമ്മൾ 6 o'clockനുള്ളതാണ് നമ്മൾ പോയത്. ഇതെല്ലാം 3 സ്റ്റാറാണ്. നമ്മൾ ജസ്റ്റ് അതിലോട്ടൊക്കെ ഒന്ന് വെറുതെ കയറി നോക്കി, കാരണം നമ്മൾ നേരത്തെ അവിടെ റിപ്പോർട്ട് ചെയ്തായിരുന്നു. അപ്പോൾ 6 o'clockന് മാത്രമേ അവിടെ സ്റ്റാർട്ട് ചെയ്യുള്ളൂ. അപ്പം വെറുതെ ഇങ്ങോട്ടൊക്കെ വന്ന് നോക്കി. ഇതിനകത്ത് എനിക്ക് തോന്നുന്നു അവിടെ റൂഫിൽ ഒരു സെക്ഷനേ ഉള്ളൂ. നമ്മൾ പോയ യോട്ടിൽ റൂഫിൽ 2 സെക്ഷനുണ്ട്. ഇതാണ് ഇവിടെ കയറിയിട്ട് ഇവിടെ കുറച്ച് ഇങ്ങനെ ഒരു കൗച്ചും കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ ഇവിടെ ഒരു സ്റ്റെയർ കേസുണ്ട്. ഇതുവഴി പോവാമോ എന്തോ എനിക്കറിയാൻ വയ്യ. പിന്നെ വരുന്നത് ഈ സ്റ്റെയർ കേസാണ്. നമ്മൾ ഇതുവഴി കയറി ചെല്ലുമ്പോൾ, ഈ സ്റ്റെയർ കേസ് വഴി കയറി ചെല്ലുമ്പോൾ ഒരു റൂമാണ്. അവിടെ നിന്ന് പിന്നെ പാസ് ചെയ്ത് വേറെ റൂട്ടിലെത്തും, വേറെ അടുത്ത റൂട്ടിലെത്തും. അവിടെ നിന്ന് പിന്നെ സ്റ്റെയർ കേസ് കയറിയിട്ട് ആണ് ഏറ്റവും ടോപ്പിലെത്തുന്നത്. നമ്മൾ ഏറ്റവും ടോപ്പിലാണ് ഇരുന്നത്. ഏറ്റവും ടോപ്പിലിരിക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ, നമ്മൾ ഫുഡ് കഴിക്കുമ്പോൾ നമ്മൾ നന്നായിട്ട് അത് ഹോൾഡ് ചെയ്തേക്കണം. അല്ലെങ്കിൽ ഭയങ്കര കാറ്റാണ് ഏറ്റവും ടോപ്പിലായതുകൊണ്ട്. ഇത് അത്രയും വന്ന് നമ്മുടെ ദേഹത്ത് വീഴും. പിന്നെ അവിടെ വെള്ളമൊക്കെ കിട്ടാനൊക്കെ ബുദ്ധിമുട്ടാണ്. അവർ ബോട്ടിൽ തരത്തേ ഉള്ളൂ, അല്ലെങ്കിൽ നമ്മൾ വെള്ളം കൊണ്ടുപോയാലും പ്രശ്നമില്ല. അത് നമ്മൾ ആദ്യം ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ, നമ്മൾ ഫുഡ് കഴിക്കുമ്പോൾ നമ്മൾ നന്നായിട്ട് അത് ഹോൾഡ് ചെയ്ത് വെച്ചേക്കണം. അല്ലെങ്കിൽ അതെല്ലാം പറഞ്ഞ് നമ്മുടെ ദേഹത്ത് വീഴാൻ ചാൻസ് ഉണ്ട്. ഇവിടെ നിന്ന് നമ്മൾ കുറച്ച് വീഡിയോസൊക്കെ എടുത്തു. നല്ല കുറേ ആൾക്കാരുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ എനിക്ക് കറക്റ്റ് അതൊന്നും എടുക്കാൻ പറ്റിയില്ല, കാരണം അവരുടെ പ്രൈവസി കൂടെ നമ്മൾ നോക്കണ്ടേ. ഇങ്ങനെ കുറേ നേരം നിന്ന് നല്ലൊരു വൈബ് ഉണ്ടായിരുന്നു. കാരണം എന്ന് വെച്ചാൽ നല്ല മ്യൂസിക് ഉണ്ടായിരുന്നു. നമ്മൾ നാട്ടിൽ പ്രൈവറ്റ് ബസ്സിൽ കയറി മ്യൂസിക് ഇട്ട് പോകത്തില്ലേ, ആ ഒരു സംഭവം അതൊരു ഫീൽ ചെയ്തായിരുന്നു.
ഇപ്പോൾ പോയത് ഒരു ചെറിയ ഇതൊരു ചെറിയ യോട്ടാണ്. എനിക്ക് തോന്നുന്നു അതിനകത്ത് എത്ര ആൾക്കാർ കൊള്ളുമെന്ന് എനിക്കറിയത്തില്ല. തീരെ ചെറുതായിരുന്നു. എനിക്ക് തോന്നുന്നു ചിലപ്പം പ്രൈവറ്റായിട്ട് ആൾക്കാർ ചിലപ്പോൾ ഒരു സിംഗിൾ ഫാമിലിയൊക്കെ അവർ ബുക്ക് ചെയ്ത് പോകുന്നതായിരിക്കും. അപ്പോൾ 6 ആയപ്പോൾ ഇത് സ്റ്റാർട്ട് ചെയ്ത് തുടങ്ങി. അപ്പോൾ നമ്മൾ പാട്ടൊക്കെ കേട്ട് നല്ല അടിപൊളിയായിട്ട് നല്ലൊരു വൈബിൽ പോവുകയാണ്. നല്ല സമ്മർ സീസൺ ആണെങ്കിലും ആ ഒരു ടൈമിൽ നമ്മൾ പോയ ടൈമിൽ അധികം ചൂടില്ലായിരുന്നു, ചൂടുണ്ടായിരുന്നു. എന്നാലും നമ്മൾ ഏറ്റവും ടോപ്പിലായിരുന്നുവെങ്കിലും അത്യാവശ്യം കുഴപ്പമില്ലായിരുന്നു. ഭയങ്കര ഒരു ചൂടില്ലായിരുന്നു, ചൂടുണ്ടായിരുന്നു. പിന്നെ നല്ല കാറ്റൊക്കെ ആയിട്ട് നല്ലൊരു വൈബിൽ അങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. പിന്നെ അത് കഴിഞ്ഞിട്ട് അപ്പം ഈ ഒരുപാട് യോട്ട്സ് ഉണ്ട്. അപ്പോൾ നമ്മൾ പാസ് ചെയ്ത് അവർ പോകുമ്പോൾ അവിടെ നിന്ന് നല്ലൊരു ബഹളമായിരിക്കും. അതിനകത്ത് നല്ല മ്യൂസിക്കൊക്കെ വെച്ചിട്ട് ഹൈ ബാസിൽ മ്യൂസിക്കൊക്കെ ഇട്ടിട്ട് പോകുമ്പം നമ്മൾ പാസ് ചെയ്ത് പോകുമ്പോൾ നമുക്ക് അത് പിന്നെ ഒരു നല്ലൊരു വൈബായിട്ട് തോന്നും. മനസ്സിലായോ? അത് കഴിഞ്ഞിട്ട് ഇങ്ങനെ എന്താണ്, നമ്മൾ ആ ടോപ്പിൽ നിൽക്കുമ്പം നമുക്കത് കണ്ട് നിൽക്കാൻ ചുറ്റും ഇങ്ങനെ നല്ല 4 വശത്തും നല്ലതായിട്ട് വെള്ളം, നല്ല കാമായിട്ട് ഒഴുകുന്ന വെള്ളം. എനിക്കിതിൻ്റെ കൂടുതൽ എക്സ്പ്ലനേഷനൊന്നും തരാൻ അറിയത്തില്ല കേട്ടോ. ഞാനിത് സെക്കൻഡ് ടൈമിലാണ് ചെയ്യുന്നത്. അപ്പം പിന്നീട് നമ്മളത് നമ്മൾ വോയിസ് ഓവറൊക്കെ കൊടുത്ത് ശീലമായ മാത്രമേ നമുക്ക് ഇങ്ങനെ നോൺ സ്റ്റോപ്പായിട്ട് സംസാരിക്കാൻ പറ്റുള്ളൂ എന്ന് എനിക്ക് തോന്നുന്നു. പിന്നെ ഞാൻ സെക്കൻഡ് വ്ലോഗ് ആയതുകൊണ്ട് എനിക്ക് അതിൻ്റേതായൊരു പെർഫെക്ഷനൊക്കെ കുറവായിരിക്കും. അത്ര ഒരു പെർഫെക്ഷൻ ഉണ്ടായിരിക്കത്തില്ല. അതുകൊണ്ടാണ് ഈ ഡിലേ വരുന്നത് കേട്ടോ. പിന്നെ നമ്മൾ ഫുഡ് കഴിക്കാൻ പറ്റി. അപ്പോൾ അതിനായിട്ടാണ് ഞാൻ വെയിറ്റ് ചെയ്തിരുന്നത്. കബാബ് ഉണ്ടായിരുന്നു, ചിക്കൻ കറി, പിന്നെ വെജിറ്റബിൾ കറി, നൂഡിൽസ്, ഫ്രൈഡ് റൈസ്. സാൻവി കോരിയെടുക്കുന്നുണ്ടാ തോന്നുന്നു. അവളെന്താ വലിയ സംഭവമായിട്ടാണ് കോരിയെടുക്കുന്നത് കേട്ടോ. വലിയ കുട്ടി എന്നുള്ള ലെവലിലാണ് അവൾ ട്രൈ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ആ വൈറ്റ് കളറിൽ ഒന്ന് സാലഡും ഒരു സ്വീറ്റ് ഐറ്റമായിരുന്നു. എന്തോ ഒരു റവയാണോ എന്താണെന്ന് എനിക്ക് കറക്റ്റ് മനസ്സിലായില്ല. അത് വലിയ ടേസ്റ്റൊന്നും ഇല്ലായിരുന്നു. പിന്നെ ഞാൻ കബാബ് കഴിച്ചു, പിന്നെ കുറച്ച് റൈസ് കഴിച്ചു. ഫ്രൈഡ് റൈസ് ഉണ്ടായിരുന്നു, വൈറ്റ് റൈസ് ഉണ്ടായിരുന്നു, നൂഡിൽസ് ഉണ്ടായിരുന്നു. നൂഡിൽസൊക്കെ പെട്ടെന്ന് കഴിഞ്ഞു കേട്ടോ. പിള്ളേരെല്ലാം നൂഡിൽസ് കോരിയെടുത്തുകൊണ്ട് പോയി. വലിയ ആൾക്കാർ അത് കഴിഞ്ഞ, പക്ഷേ നൂഡിൽസ് ഞാൻ കഴിച്ചില്ല. അത് കഴിഞ്ഞ് നൂഡിൽസ് കഴിഞ്ഞിട്ട് പിന്നെ അവിടെ പാസ്ത കൊണ്ട് വെച്ചേക്കുന്നുണ്ട്. ഇൻ്റർനാഷണൽ ലെവൽ ഫുഡ് എന്നൊക്കെയാണ് പറഞ്ഞത്. കുഴപ്പമില്ലായിരുന്നു. വെജിറ്റബിൾ കറി. പിന്നെ ഇന്ന് നമ്മൾ നിന്ന സ്ഥലത്തിൽ വെച്ചിട്ട് ഏതോ ഒരു കുട്ടിയുടെ ബർത്ത്ഡേ ഉണ്ടായിരുന്നു. കുട്ടിയെന്നല്ല, ഒരു പെൺകുട്ടിയുടെ, തീരെ ചെറിയ കുട്ടിയല്ല കേട്ടോ, ബർത്ത്ഡേ ഉണ്ടായിരുന്നു. അപ്പോൾ അവർ കുറച്ച് കേക്കൊക്കെ തന്നായിരുന്നു. അത് ഞാൻ ഷൂട്ട് ചെയ്തിട്ടില്ല. പിന്നെ ഫുഡൊക്കെ കഴിച്ച് നമ്മളിങ്ങനെ കൊക്കക്കോള കുടിച്ചു. കുറേ നാളുകൾക്ക് ശേഷം ഞാൻ കൊക്കക്കോള കുടിച്ചു. ഇപ്പോഴും കഴിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. കഴിച്ചിട്ടിങ്ങനെ വെള്ളം കണ്ട് കഴിക്കാം നല്ല രസമായിരുന്നു. നല്ലൊരു വൈബ് ഉണ്ടായിരുന്നു. ഒരുപാട് യോട്ട്സ് ഇങ്ങനെ പൊയ്ക്കൊണ്ടേയിരിക്കുകയാണ്, ഒരുപാട് യോട്ട്സ്. ഇതൊക്കെ 3 സ്റ്റാറാണ് എന്നാണ് അവർ പറയുന്നത്. ഞാൻ അതിനകത്ത് ജസ്റ്റ് ഒന്ന് കയറി നോക്കിയതേ ഉള്ളൂ. അത് കഴിഞ്ഞിട്ട് പിന്നെ ബുർജ് ഖലീഫ കാണാൻ പറ്റുന്നുണ്ടോ? ഇവിടെ ബുർജ് ഖലീഫ. പിന്നീട് ഞാൻ സെക്കൻഡ് ടൈം ഫുഡ് എടുക്കാൻ പോയപ്പോൾ അവിടെ ഓൾമോസ്റ്റ് കഴിഞ്ഞിരുന്നു. പിന്നെ ഞാൻ ട്രൈ ചെയ്തില്ല. ആ ഒരു സമയത്താണ് എൻ്റെ ദേഹത്തൂടെ കാറ്റടിച്ചിട്ട് ഇങ്ങനെ ഫുള്ള് വീണായിരുന്നു. പിന്നെ അത് ക്ലീൻ ചെയ്യാനായിട്ട് പിന്നെ അത് പോയി. പിന്നെ കഴിക്കാനേ തോന്നിയില്ല, ഫുഡ് കഴിക്കാൻ തോന്നിയില്ല. നല്ലൊരു വൈബായിരുന്നു, എല്ലാവരും ഉണ്ടായിരുന്നു.
ഒരുപാട് എല്ലാവരും എൻജോയ് ചെയ്യുന്ന, ഞാൻ കണ്ടപ്പോൾ എല്ലാവരും നന്നായിട്ട് എൻജോയ് ചെയ്യുന്നതാണ്. ഇപ്പോൾ നമ്മൾ ഏറ്റവും ടോപ്പിൽ നിന്നിട്ടിങ്ങനെ ഫുള്ള് വെള്ളം, അത് കഴിഞ്ഞിട്ട് വലിയ വലിയ ബിൽഡിങ്സ്, അപ്പോൾ അത് കാണുമ്പോൾ നമുക്കൊരു, പിന്നെ അതിൻ്റെ കൂടെ മ്യൂസിക്, നല്ല നല്ല ഹിന്ദി സോങ്സ് ആയിരുന്നു. നല്ല രസമായിരുന്നു, നല്ലൊരു വൈബായിരുന്നു. എനിക്ക് ആദ്യം അത് ആ ഒരു നമ്മൾ പ്രൈവറ്റ് ബസ്സിൽ പാട്ടൊക്കെ ഇട്ട് പോകത്തില്ലേ, ആ ഒരു ഫീൽ ആദ്യം ഫീൽ ചെയ്തു. അതൊരു നല്ലൊരു ഫീലല്ലേ. അത് കഴിഞ്ഞിട്ട് പിന്നെ ഫുള്ള് ഇങ്ങനെ നല്ലൊരു വൈബായിരുന്നു. പിന്നെ അത് കഴിഞ്ഞിട്ട് ഈവനിങ് ആവാറായപ്പോൾ നമുക്ക് എത്ര വേണമെങ്കിലും കഴിക്കാം കേട്ടോ. പിന്നെ അവിടെ ഇരിക്കുന്നുണ്ട്, ഞാൻ പിന്നെ കഴിച്ചില്ല. എനിക്ക് എൻ്റെ ദേഹത്തൂടെയൊക്കെ വീണപ്പം പിന്നെ അത് ക്ലീൻ ചെയ്തിട്ട് പിന്നെ പോയി എടുക്കാൻ തോന്നിയില്ല. ഇതൊക്കെ മിക്കവാറും ഇതിനകത്ത് എത്ര ആൾക്കാർ കയറും എന്നൊന്നും എനിക്കറിയത്തില്ല. എനിക്ക് തോന്നുന്നു ചിലപ്പോൾ പ്രൈവറ്റായിട്ട് ആരെങ്കിലുമൊക്കെ, ചിലപ്പോൾ 1-2 ഫാമിലിയൊക്കെ ബുക്ക് ചെയ്തിട്ട് കൊണ്ടുപോകുന്നതായിരിക്കും. പിന്നെ അത് കഴിഞ്ഞ് ടെനോറോ ഡാൻസ്, പുള്ളിയൊന്ന് കുറേ നേരം ഇങ്ങനെ കളിച്ചു കേട്ടോ. ഈ ആൾ കറങ്ങുന്ന കണ്ടിട്ട് എനിക്ക് തല ഇറങ്ങി. ഇയാൾക്ക് തല ഇറങ്ങത്തില്ലേ എന്തോ, ഞാനിങ്ങനെ ആലോചിച്ചു. ഇയാളെന്നിങ്ങനെ കറങ്ങുന്ന കണ്ടപ്പോൾ എന്താണ്, എനിക്ക് എന്നെ അങ്ങ് തല ഇറങ്ങി. അപ്പോൾ ഞാൻ ഇങ്ങനെ വിചാരിച്ചു, പുള്ളിക്ക് എന്താ തല ഇറങ്ങത്തില്ലേ എന്നൊക്കെ വിചാരിച്ചായിരുന്നു. പിന്നെ രാത്രിയായി. ഇത് നമ്മൾ 2 hours ആയിരുന്നു കേട്ടോ. 2 hours എനിക്ക് തോന്നുന്നു 7:45 ഒക്കെ ആയപ്പോൾ നമ്മൾ ഏകദേശം എത്തിയെന്ന് തോന്നുന്നു. ഇതാ നമ്മൾ ആദ്യം കണ്ട റിസോർട്ടാണ്. ഇതായിരുന്നു നമ്മുടെ രാത്രിയായപ്പോൾ. നല്ല രസമുണ്ടായിരുന്നു കേട്ടോ. പിന്നെ അവിടെ കുറച്ച് പാർക്ക് പോലെയൊക്കെ ഒരു സംഭവം. നമ്മൾ കുറച്ച് നേരം അവിടെ ഇരുന്നിട്ട് പിന്നെ വീട്ടിൽ പോയി നെക്സ്റ്റ് വീഡിയോ നന്നായിട്ട് ചെയ്യാൻ ശ്രമിക്കാം കേട്ടോ. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്.